മിസ്റ്റർ ബെഞ്ചമിൻ, ഇവിടെ നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ വലിയ ട്രീറ്റ്മെന്റ് ഒന്നും കാണില്ല. ഇവിടുത്തെ ചികിത്സ എന്ന് പറയുന്നത് ജീവിതം തന്നെയാണ്. ഈ മാനസിക പ്രശ്നം എന്ന് പറയുന്നത് സൂക്ഷ്മമായി പഠിച്ചാൽ നമ്മുടെ കയ്യിൽ നിന്നും അറിഞ്ഞോ അറിയാതെയോ വന്ന തെറ്റുകളാണ്. അതിന്റെ കാരണങ്ങൾ ബോധ്യപ്പെടും. ജീവിക്കാനുള്ളത് സത്യസന്ധമായി ജീവിച്ചു തീർക്കുക, അത്രയേ ഉള്ളൂ. സ്വന്തം ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തുമ്പോൾ തന്നെ ഈശ്വരാരാധനയിലൂടെ മറ്റൊരു തലത്തിലേക്ക് പ്രവേശിക്കാനും സാധിക്കും. ഇവിടുത്തെ രീതികൾ എന്താണോ അത് മതി. എന്റെ ഒരേ ഒരു കൂടപ്പിറപ്പാ ഏഞ്ചൽ മേരി. ഒരുപാട് സ്ഥലങ്ങളിൽ ചികിത്സയ്ക്ക് വേണ്ടി പോയി, പക്ഷെ ഒരിടത്തൊന്നും ഒരു ഫലവും ഉണ്ടായില്ല. അവസാനത്തെ പ്രതീക്ഷ അത്. ഈ അവസാന പ്രതീക്ഷ എന്ന് പറയുന്നത് ദൈവമാണ്. അതേത് മനുഷ്യനും. എനിക്ക് വരെ നല്ല പരിചയം തോന്നല്ലോ, മുമ്പ് കണ്ടിട്ടുള്ളത് പോലെ, വല്ലാത്തൊരടുപ്പമുള്ളത് പോലെ. സാധ്യത ഉണ്ടാവില്ല, കാരണം ഇവളങ്ങനെ അധികം പുറത്തിറങ്ങുന്ന കൂട്ടത്തിലുള്ളതല്ല. ഇത്രയും വലിയ ശുപാർശയ്ക്ക് ശേഷമാണല്ലോ നിങ്ങളുടെ വരവ്. എനിക്ക് കഴിയൊഴിയാനും പറ്റില്ല. ഇവിടെ നിർത്തുന്നതിന് മുമ്പ് ഏഞ്ചൽ മേരിയെ കുറിച്ചുള്ള സർവ്വ ഡീറ്റെയിൽസും എനിക്ക് കിട്ടണം. ശരി സ്വാമി. സ്പീക്കറിലിട്. ഹലോ ചന്ദ്രശേഖര സാറേ, ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു പേര് കുറച്ച് മുൻപേ അങ്ങ് മാറിപ്പോയി കേട്ടോ. കോടാനുകോടികളുടെ പ്രിയപ്പെട്ട ശ്യാമ എന്ന ഗായിക ഇനി ഒരു വരി പോലും മൂളാത്ത ഏഞ്ചൽ മേരി എന്ന നാമധേയത്തിൽ അറിയപ്പെടും. ഓ, അപ്പൊ ശ്യാമ പുതിയ താവളത്തിലെത്തി അല്ലേ ബെഞ്ചമിൻ? യെസ്. ഇനി അവിടുന്ന് പുറത്തേക്കില്ലല്ലോ. വേറെ കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ? ഇല്ല. ബെഞ്ചമിൻ, ആർക്കും ഒരു സംശയവും തോന്നാത്ത രീതിയിലായിരിക്കണം അവിടുത്തെ നിൽപ്പ്. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നമ്മുടെ ചുവട് പിഴച്ച അവിടുന്ന് അങ്ങോട്ടെല്ലാം ചീട്ട് കൊട്ടാരം പോലെ തകരും. ഞാൻ ശ്രദ്ധിച്ചോളാം. ഓക്കെ, ഞങ്ങൾ തന്നെ വിളിച്ചോളാം. ഓക്കെ. ഏഞ്ചൽ മേരി കൊള്ളാല്ലേ? പിന്നെ എന്താ സംശയം? ആൾമാറാട്ടത്തിന് ഒരു പേര് തിരഞ്ഞപ്പോ കിട്ടിയ പേര് അതിമനോഹരം. അതാണ് ദൈവത്തിന് ശ്യാമയോടുള്ള ഇഷ്ടം. ഏഞ്ചൽ മേരി. ഗ്രേറ്റ്. അമൃത ഇല്ലാതാക്കിയപ്പോ പെട്ടെന്ന് ഇവരെ കൂടി അങ്ങ് ഇല്ലാതാക്കിയോന്ന് എനിക്ക് തോന്നിയതാ. പിന്നെ ഞാൻ ആലോചിച്ചപ്പോ കയ്യിലുള്ള ഭീമമായ സമ്പാദ്യവും വെച്ച് ഇവളങ്ങ് ഇല്ലാതായി പോയാലേ അവളുടെ പേരിലുള്ള സമ്പാദ്യങ്ങൾ മുഴുവൻ ഗവൺമെന്റിലേക്ക് അങ്ങ് പോകും. പകരം അത് നമുക്ക് കിട്ടുകയാണെങ്കിലും ശ്യാമയൊന്ന് ബെറ്റർ ആവട്ടെ, എന്നിട്ട് എല്ലാം എഴുതി വാങ്ങിക്കണം. കൂട്ടിവെച്ചതൊന്നും ആസ്വദിക്കാനുള്ള ഭാഗ്യമൊന്നും ശ്യാമയ്ക്കില്ല. പക്ഷേ ശ്യാമ കൂട്ടിവെച്ചത് എല്ലാം ആസ്വദിക്കാനും ആഘോഷിക്കാനുള്ള ഭാഗ്യം നമുക്കുണ്ട്. അല്ലേ സാറാ? ചില നേരത്ത് ചന്ദ്രശേഖരൻ എന്നെ വല്ലാതെ അതിശയിപ്പിക്കുന്നു. എന്താ? എന്തു പറ്റി? അമൃത എവിടെയാ വീണേ? അവളെങ്ങോട്ടാ പോയേ? ആക്കെന്താ പറ്റിയേ? നിങ്ങളൊക്കെ ആരാ? നിങ്ങൾക്ക് അമൃത അറിയില്ലേ? എന്താ സ്നേഹ, എന്തുപറ്റി? അത് സ്വപ്നം കണ്ടാന്ന് തോന്നുന്നു. കരഞ്ഞോണ്ട് എഴുന്നേറ്റു.
രാത്രിയായ ലൈറ്റ് അണച്ച് കിടന്നോളണം. രാവിലെ പൂജാ സമയത്തിന് മുമ്പ് മാത്രമേ എഴുന്നേക്കാൻ പാടൂ. ആരായാലും. ആശ്രമത്തിലെ നിയമങ്ങൾ എല്ലാവരും നിർബന്ധമായും പാലിച്ചിരിക്കണം. ചെന്ന് കിടക്കെല്ലാവരും. കുറച്ചുനേരം കൂടെ ഇരുന്നു. തുടക്ക ദിവസമല്ലേ. കിടന്നോളൂ. അമൃത വന്നാ വിളിക്കണം കേട്ടോ. അമൃതേ വരൂ.